അങ്ങനെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ കട്സൂലാട്ടോ. നല്ല കിട്ടില്ല ആംബിയൻസ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ നല്ല ഉപ്പിലിട്ട് നല്ല കക്കരിയും ക്യാരറ്റും എത്തി. അത് കഴിഞ്ഞേരം നമ്മളടുത്തേക്ക് എത്തിയ സാധനമാണ് കൊറിയൻ റാമൻ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കേട്ടോ. അത് കഴിഞ്ഞേരം നമ്മളടുത്ത് കൊണ്ടുപോയി വെച്ചത് നല്ല തായ് ഗാർലിക് പ്രോൺസ് ആട്ടോ. അത് നല്ലൊരു ഐറ്റം കിട്ടില്ല ഐറ്റം സാധനമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ വേറൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ഈ ഒരു ഐറ്റം പോരായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു തായ്വാൻ ടച്ചിലുള്ള വേറെ തന്നെ ഒരു മലേഷ്യൻ ടച്ചിലുള്ള വേറെ തന്നെ ഒരു ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ഐറ്റത്തിന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. നല്ല കിഡിലൻ ഫുഡാട്ടോ. നമ്മളെന്താ വെച്ചാൽ ഫുൾ നല്ല വെസ്റ്റേൺ ടച്ചുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഈ തായ് ഗാർലിക് പ്രോൺസ് വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കൊറിയൻ റാമൻ ഇത് വേറെ തന്നെ ടേസ്റ്റാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ ആ ഒരു എഗ്ഗിൻ്റെ പീസ് എടുത്ത് വെച്ചതും അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു സൂപ്പി നൂഡിൽസ് എത്തിട്ടോ. നല്ല കിഡിലൻ. നമ്മളിങ്ങനെ ഈ കൊറിയൻ പടമൊക്കെ കാണുമ്പോൾ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ഐറ്റം സാധനമാണ്. ആ ഒരു സാധനം നമ്മൾ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വന്നതാണ്. അങ്ങനെ നമ്മൾ 2 പോർഷനാണ് പറഞ്ഞത്. നല്ല കിഡിലൻ ക്വാണ്ടിറ്റിയിലുള്ള കിഡിലൻ സാധനം കേട്ടോ. വേറെ ലെവലായിരുന്നു. നമ്മളിങ്ങനെ സൂപ്പൊക്കെ കുടിക്കുന്ന പോലത്തെ നല്ല കിഡിലൻ നൂഡിൽസിൽ നല്ല കിഡിലൻ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു എന്താ പറയുക, നൂഡിൽസിലുള്ള ആ സൂപ്പ് പോലത്തെ ആ ഒരു കേട്ടോ കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. വേറെ ലെവലായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഫുഡ് നമ്മളെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് എന്താ പറയുക, നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെടുത്താണ് ഫാൾട്ട്. നമ്മൾ എന്നും ബിരിയാണി പോയി കഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഐറ്റം ഫുഡ് നമ്മൾ കഴിക്കാൻ നോക്കാം. അതിലെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് ഇഷ്ടപ്പെട്ടത് നമ്മളെ ഈ തായ് ഗാർലിക് പ്രോൺസ് ആണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുറച്ചൊരു ഉപ്പ് കൂടിയ ഐറ്റാട്ടോ ഇത് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ കൊറിയൻ റാമനും അതേപോലെ തന്നെ എഗ്ഗൊക്കെ ഇട്ടിട്ട് അതിലൊരു ചിക്കൻ്റെ ഒരു എന്താ പറയുക, നമ്മളെ ഈ കട്ട്ലേറ്റ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് ആ ഒരു സാധനം വരുന്നത്. പിന്നെ അതിലുള്ളത് നമ്മളെ എന്താ പറയുക, അടുത്തത് മലേഷ്യൻ ഫ്രൈഡ് റൈസ് ആട്ടോ. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റം സാധനമാണ്. നല്ല മലേഷ്യൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടില്ല സാധനം കേട്ടോ. അതും നല്ല കണ്ടയ്യായിരിക്കും. നമ്മൾ ഭയങ്കര എരിവായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു സ്പൈസി ആയിട്ട് തന്നെ, പക്ഷെ നല്ലതായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഐറ്റം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മലേഷ്യൻ ഐറ്റം നമ്മളെല്ലാം ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചതിലുള്ള ഒരു ഐറ്റമാണ് സൂപ്പി നൂഡിൽസ് വേറെ ലെവലായിരുന്നു കേട്ടോ. അത് നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനുള്ള ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഫുഡാട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് വലിയ ഹാങ് ഓവറൊന്നും വരില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിരിയാണിയൊക്കെ കഴിക്കുക വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഉറക്കം വരുമല്ലോ, അജ്ജാതിയൊന്നുമില്ല. നമ്മൾ വയറ് നിറച്ച് കഴിച്ചാലും നമുക്ക് ഭയങ്കരമായിട്ട് നീറ്റായിട്ട് ഉള്ളൊരു തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല കിഡിലും ഫുഡ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഈ മലേഷ്യൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് നമ്മൾ 4 പേരും കൂടെ ഡിവൈഡ് ചെയ്തിട്ടാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം കേട്ടോ. വേറെ തന്നെ ലെവലായിരുന്നു. അങ്ങനെ അടുത്തത് നമ്മൾ വാങ്ങിച്ചൊരു ഐറ്റം ആയിരുന്നു നല്ല ചിക്കൻ മോമോസ് കേട്ടോ. നല്ല കിഡിലെ മോമോസ്, നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല ഇങ്ങനെ ആവി പറക്കുന്ന ടച്ചിലാണ് നമുക്ക് കൊണ്ടുവച്ച് തന്നത്. ഒരു ക്വാണ്ടിറ്റിയിൽ 5 പീസ് ഉള്ളായിരുന്നു, എന്നാലും അത്യാവശ്യം നല്ല അടിപൊളി സാധനമായിരുന്നു. നല്ല കിഡിലൻ ഒരു നൈറ്റ് പാർട്ടിയായിട്ടോ നമ്മൾ ഫുഡിൽ ചെയ്തത്. അടിപൊളിയായിട്ട് നമുക്ക് മാക്സിമം നമ്മൾ എത്രത്തോളം ഇരുന്ന് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. നല്ലൊരു കിഡിലൻ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ഫുഡ്.